രാജാ രവിവർമ്മ, ദാദാ സാഹിബ് ഫാൽക്കെ, മോഹൻലാൽ, ജെ.സി. ഡാനിയൽ. ഈ 4 പേർ തമ്മിൽ എന്താണ് ബന്ധമല്ലേ? മോഷൻ പിക്ചേഴ്സ് അഥവാ ചലിക്കുന്ന ചിത്രങ്ങളായ സിനിമ എന്ന മാജിക്ക് ഇന്ത്യക്കാർക്ക് പരിചയപ്പെടുത്തിയ രാജ്യത്തെ ആദ്യത്തെ ചലച്ചിത്രമായ രാജാ ഹരിചന്ദ്ര നിർമ്മിക്കാൻ ദാദാ സാഹിബ് ഫാൽക്കെയെ സഹായിച്ചത് ലോകത്തിനു മുന്നിൽ ഇന്ത്യൻ ചിത്രരചനയുടെ പ്രൗഢി ഉയർത്തിയ മലയാളികളുടെ സ്വന്തം സാക്ഷാൽ രാജാ രവിവർമ്മയായിരുന്നു. രാജാ രവിവർമ്മ 19ാം നൂറ്റാണ്ടിന്റെ അന്ത്യത്തിൽ മുംബൈയിൽ ഒരു പ്രിന്റിംഗ് പ്രസ് നടത്തിയിരുന്നു. അന്ന് ദാദാ സാഹിബ് ഫാൽക്കെ രവിവർമ്മയുടെ പ്രസിൽ ഒരു ഫോട്ടോഗ്രാഫറുടെ ജോലി നോക്കിയിരുന്നു. മാത്രമല്ല, രവിവർമ്മയ്ക്ക് എണ്ണച്ചായ ചിത്രങ്ങൾക്കായി മോഡലുകളെയും ഫാൽക്കെ സംഘടിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഏതായാലും സാമ്പത്തിക ബാധ്യതകൾ കാരണം ആ പ്രസ് രവിവർമ്മയ്ക്ക് വിൽക്കേണ്ടി വന്നു. വിറ്റുകിട്ടിയ തുകയുടെ ചെറുതല്ലാത്തൊരു പങ്ക് രവിവർമ്മ നൽകിയത് സുഹൃത്തായ ഫാൽക്കെയ്ക്കായിരുന്നു. ആ പണമാണ് ഇന്ത്യ കണ്ട ആദ്യ ചലച്ചിത്രമായ രാജാ ഹരിചന്ദ്ര നിർമ്മിക്കാൻ ഫാൽക്കെയുടെ കയ്യിലെ മൂലധനമായി മാറിയത് എന്നത് ചരിത്രം. 1913 രാജാ ഹരിചന്ദ്ര റിലീസ് ചെയ്തു. എന്നാൽ അത് കാണാൻ നിൽക്കാതെ 7 കൊല്ലം മുൻപേ രവിവർമ്മ മരണമടഞ്ഞു. എന്നിട്ടും രവിവർമ്മ പെയിന്റിങ്ങുകളുടെ ശക്തമായ സ്വാധീനം ഫാൽക്കെയുടെ ഓരോ സിനിമകളിലെയും കഥാപാത്രങ്ങളുടെ വേഷവിധാനത്തിലും മൊത്തത്തിലുള്ള ആർട്ട് വർക്കുകളിലും കാണാൻ സാധിക്കും. ഇന്ത്യൻ സിനിമയുടെ പിതാവിനെ കാണാൻ മലയാള സിനിമയുടെ പിതാവ് ജെ.സി. ഡാനിയൽ ചെന്ന കഥ അദ്ദേഹത്തിന്റെ ജീവിതം പറഞ്ഞ സെല്ലുലോയിഡ് എന്ന ചിത്രത്തിൽ കാണാം. സിനിമ എടുക്കാൻ സഹായം ആവശ്യപ്പെട്ട ജെ.സി. ഡാനിയലിന്റെ ആവശ്യം ഫാൽക്കെ നിരാകരിച്ചുവെങ്കിലും തന്റെ സിനിമാ ലൊക്കേഷനിലേക്ക് ഡാനിയലിനെ ക്ഷണിച്ച് സിനിമാ നിർമ്മാണം കണ്ടുപിടിക്കാൻ അവസരം നൽകി. ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം മോഹൻലാലിന് മുൻപ് നേടിയ മലയാളി സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണനാണ്. ഫാൽക്കെയുടെ പേരിൽ രാജ്യത്തെ പരമോന്നത സിനിമാ പുരസ്കാര ബഹുമതി ഏർപ്പെടുത്തുകയും ഒരു മലയാളി അത് സ്വീകരിച്ച് കേരളീയരെ അഭിമാനിപ്പിക്കുകയും ചെയ്യുമ്പോൾ ഫാൽക്കെ ഇന്ത്യൻ സിനിമയുടെ പിതാവായി മാറിയതിനു പിന്നിലും ഒരു മലയാളി ഉണ്ടായിരുന്നുവെന്നത് ഓരോ മലയാളിയും വെറുതെ ഒന്ന് അറിഞ്ഞു വെക്കേണ്ടതാണ്.